സന്തോഷം ആഗ്രഹിക്കാത്തവര് ആരാണ്? ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. എല്ലാവരുടെയും ആഗ്രഹം സന്തോഷം, സുഖം, സമാധാനം, അല്ലേ? ആരും ഇതിന് വിഭിന്നമായിട്ട് ഞാൻ ദുഃഖിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ പോലും ഇല്ല. പക്ഷെ ഈ സന്തോഷം എവിടെയാണ് ഉണ്ടാവുന്നത്? അവിടെയാണ് ഒരു ചെറിയൊരു പ്രശ്നം. നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ കാഴ്ചകളിലൂടെ, പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ ഒക്കെയാണ്. നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും, നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും, നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും. അതായത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പുറത്താണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശരിക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളിൽ വ്യത്യാസം വന്നാൽ നമ്മുടെ സന്തോഷവും മാറും. മറ്റുള്ളവരുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, കാഴ്ചകളിൽ ഒക്കെ വ്യത്യാസം വന്നാൽ നമ്മുടെ സന്തോഷം നിന്നു. പക്ഷെ ആരാണ് യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത്? ഞാൻ, അല്ലേ? എൻ്റെയാണ് സന്തോഷം. എൻ്റെ സന്തോഷം എവിടെയാണ്? എൻ്റെ മനസ്സിലാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ സന്തോഷം വന്നാൽ മാത്രമല്ലേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ പലരും ആസ്വദിച്ച് ഒരു ഫലിതം കേൾക്കണമെന്ന് വെക്കുക, അവരെല്ലാവരും ചിരിക്കുന്നു, നമുക്കതിൽ ഒരു ചിരിയും തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിനകത്ത് അത് അങ്ങോട്ട് ഒരു ഫലിതമാണെന്നോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ ഉള്ള ഒരു മാനസിക അവസ്ഥയിൽ ആയിരിക്കില്ല. അതല്ലേ അതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള കാര്യം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സന്തോഷം എവിടെയാണ്? പുറത്തല്ല, അകത്ത് തന്നെയാണ്. ഒരു പഴയ കാര്യം പറയുകയാണെങ്കിൽ, പഴയ കാര്യമല്ല, നമ്മുടെ പഴഞ്ചൊല്ല് പറയുകയാണെങ്കിൽ, കയ്യിൽ വെണ്ണ വെച്ചിട്ട് നെയ്യിന് അലയുക എന്ന് പറയും. വെണ്ണ ഉരുക്കിയ നെയ്യ് കിട്ടും, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വെണ്ണയെ നമ്മൾ കാണാതെ പോവുകയാണ്. എന്നിട്ട് നെയ്യ് വേണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥയാണ് സന്തോഷം പുറത്താണ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരുടെ വാക്കുകളോ ആരുടെ പ്രവൃത്തികളോ ഏതുതരം കാഴ്ചകളോ നമ്മളെ ദുഃഖിപ്പിക്കുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ സാഡിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ആളുകളെ കേട്ടിട്ടുണ്ടാവും. മറ്റുള്ളവര് ദുഃഖിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പൊ ആ സന്തോഷം എവിടെയാണ് ഉണ്ടായത്? ആ സാഡിസ്റ്റിന്റെ മനസ്സിന്റെ അകത്താണ്. അപ്പൊ ഇതെന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സന്തോഷിക്കേണ്ടത് നമ്മളാണ്. മറ്റുള്ള ആളുകളിലല്ല, കാഴ്ചകളിലല്ല, പ്രവർത്തികളിലല്ല. നമ്മൾ സ്വയം തീരുമാനിക്കണം ഞാൻ സന്തോഷിക്കണം എന്നുള്ളത്. അല്ലാതെ അതിലൊക്കെ ഡിപ്പെൻഡായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും മാറും, സാഹചര്യങ്ങൾ മാറും, വാക്കുകൾ മാറും, പ്രവർത്തികൾ മാറും, കാഴ്ചകൾ മാറും. അപ്പൊ അതിൽ മാത്രമാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? അപ്പം നമ്മുടെ സന്തോഷം നമുക്കകത്ത്, നമുക്ക് സന്തോഷിക്കാം. നമുക്ക് സന്തോഷിക്കാൻ ഒരുപാടുണ്ട്. അതെല്ലാം സ്വയം കണ്ടറിഞ്ഞ്, പ്രവർത്തിച്ച്, കേട്ട് സ്വയം സന്തോഷിക്കും. അത് പുറത്താണ് എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി നടക്കണ്ട, അലയണ്ട.